ഓൺലൈനിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറിയ താരങ്ങളാണ് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും. ഇക്കഴിഞ്ഞ 6ാം സീസണിലാണ് ഇരുവരും മത്സരിച്ചത്. ഷോ തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ താരങ്ങൾ സൗഹൃദത്തിലായി മാറി. ഇത് പ്രണയമാണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനങ്ങളായിരുന്നു ഇരുവർക്കും നേരിടേണ്ടി വന്നതും. മത്സരത്തിന് ശേഷം ഗബ്രി ജാസ്മിനെ ചതിക്കുമെന്നും അവളുടെ കരിയർ അടക്കമെല്ലാം നഷ്ടപ്പെടുമെന്നുമായിരുന്നു കമന്റുകൾ. പക്ഷേ ബിഗ് ബോസിന് ശേഷം ഇരുവരും അടുത്ത സുഹൃത്തുക്കളായി കഴിയുകയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുകയും വ്ലോഗ് ചെയ്യുകയുമാണ് താരങ്ങൾ. ഇതിനിടെ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി പുതിയ Q&Aയുമായി എത്തിയിരിക്കുകയാണ് താരങ്ങൾ. ഞങ്ങൾക്ക് ചില ശാപങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് ഗബ്രിയും ജാസ്മിനും സംസാരിച്ചു തുടങ്ങുന്നത്. എപ്പോൾ Q&A പ്ലാൻ ചെയ്താലും അത് മുടങ്ങിപ്പോകും. നേരത്തെ ക്യാമറ ഓണാക്കി ഞങ്ങൾ ഇരുവരും ഇരുന്നതാണ്, എന്നിട്ടും അത് നടക്കാതെ പോയി. അതുപോലെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്താലും അത് മുടങ്ങിപ്പോകും. റീൽസ് എടുക്കാൻ നോക്കിയാലോ അതിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണെന്നും ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് അവസാന നിമിഷം അത് മുടങ്ങിപ്പോകുമെന്നും ഗബ്രി പറയുന്നു. ഗബ്രി ജാസ്മിന് കംഫർട്ട് സോൺ ആണോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. ഞങ്ങൾ 1 മണിക്കൂർ ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ 45 മിനിറ്റ് നല്ല സുഹൃത്തുക്കളെ പോലെയായിരിക്കും. അതിൽ ബാക്കി 15 മിനിറ്റ് വലിയ അടിയായിരിക്കുമെന്നും ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ തമ്മിൽ വഴക്കു കൂടുന്നത് ഒരു കാരണവും ഇല്ലാതെയാണ്. ഗബ്രിയുടെ കൂടിയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണെന്നും പക്ഷേ അടിയും വഴക്കുമൊക്കെ ഉണ്ടാവാറുണ്ടെന്നും ജാസ്മിൻ പറയുന്നു. ഗബ്രി കൂടെയുള്ളപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. എനിക്ക് കൂടുതൽ സൗഹൃദങ്ങളൊന്നുമില്ല. ഇവൻ വന്നതിന് ശേഷമാണ് ഞാൻ ലോകം കാണാൻ പോലും തുടങ്ങിയത്. കേരളം വിട്ട് ഞാൻ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അതെല്ലാം ഗബ്രി വന്നതോടെയാണ് മാറിയതെന്നും അങ്ങനെ നോക്കുമ്പോൾ എന്റെ വീട്ടുകാരും ഗബ്രിയുമാണ് ഇപ്പോഴും തന്നെ കംഫർട്ട് സോണെന്നും ജാസ്മിൻ പറയുന്നു. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. ഗബ്രിക്ക് ഇപ്പോൾ 27 വയസ്സും എനിക്ക് 24മായി. രണ്ടാളും ഒരുമിച്ചുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും തന്റെ ലക്ഷ്യം സിനിമ മാത്രമാണെന്നുമാണ് ഗബ്രി പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി തനിക്ക് പ്ലാനുകളൊന്നുമില്ലെന്ന് അതേസമയം ജാസ്മിൻ പറയുന്നു. കാരണം താൻ എന്താഗ്രഹിച്ചാലും അതൊന്നും ജീവിതത്തിൽ നടക്കാറില്ല. അതുകൊണ്ട് നടക്കുന്നത് പോലെ നടക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അത് നടക്കണം ഇത് നടക്കണം എന്ന പദ്ധതികളൊന്നും തനിക്കില്ലെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു. അതേസമയം തങ്ങളുടെ രണ്ടാളുടെയും ഫാമിലികൾ തമ്മിൽ ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷേ ഗബ്രി എന്റെ വീട്ടിൽ വരികയും മാതാപിതാക്കളെ കാണുകയും ഞാൻ ഗബ്രിയുടെ വീട്ടിൽ പോവുകയും മമ്മി ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ജാസ്മിന്റെ ഫാമിലി കണ്ടാൽ അടിച്ചു കൊല്ലാൻ നിൽക്കുകയെന്നൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്നും അറിയാതെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആളുകൾ അങ്ങനെ പറയുന്നതെന്നും ഇരുവരും പറയുന്നു.